നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 സെപ്റ്റംബർ 8 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാം ഓപ്ഷൻ സമർപ്പണം നാളെ 3 വരെ. എഞ്ചിനീയറിംഗ് ഫാർമസി 3ാം ഘട്ട അലോട്ട്മെൻറ്റ് ആയി. ഇന്നത്തെ മലയാള മനോരമ പത്രം പരിശോധിക്കുമ്പോൾ വലിയ പ്രാധാന്യത്തോടുകൂടി എഡ്യൂക്കേഷൻ പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്: മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാം ഓപ്ഷൻ സമർപ്പണം നാളെ 3 വരെ. താൽക്കാലിക അലോട്ട്മെൻറ്റ് ഈ മാസം 10-ന്, ഫൈനൽ അലോട്ട്മെൻറ്റ് 11-ന്. കോളേജിൽ 18-ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് ചേരണം, ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് റദ്ദാകും. അതായത് കേരളത്തിലെ മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകളിലേക്ക്, മെഡിക്കൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അങ്ങനെ 4 പ്രോഗ്രാമുകൾ. ഇനി മെഡിക്കൽ അലൈഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ് തുടങ്ങിയ മറ്റ് 7 അനുബന്ധ കോഴ്സുകൾ. ഇങ്ങനെ ഈ 11 പ്രോഗ്രാമുകളിലേക്ക് ഓപ്ഷൻ സമർപ്പിക്കേണ്ട സമയം നാളെ വൈകിട്ട് 3 വരെ. അതിനെപ്പറ്റിയുള്ള വാർത്തയാണ് ഇന്ന് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ മെഡിക്കൽ അനുബന്ധ ബിരുദ പ്രോഗ്രാമുകളിലെ സംസ്ഥാന കോട്ടയിലെ സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓപ്ഷൻ നാളെ ഉച്ചയ്ക്ക് 3 വരെ സമർപ്പിക്കാം. താൽക്കാലിക അലോട്ട്മെൻറ്റ് 10-നും അന്തിമ അലോട്ട്മെൻറ്റ് 11-നും. 12 മുതൽ 18 വരെ വൈകിട്ട് 4 വരെ ഫീസ് അടച്ച് കോളേജിൽ ചേരാം. നീറ്റ് UG ആധാരമാക്കിയുള്ള സംസ്ഥാന മെഡിക്കൽ ആയുർവേദ റാങ്ക് ലിസ്റ്റ് വെവ്വേറെ നൽകിയിട്ടുണ്ട്. www.ce.kerala.gov.in എന്ന സൈറ്റിൽ ഇവ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വിവിധ കോളേജുകൾ, സർക്കാർ മേഖലയിലുള്ള, എയ്ഡഡ് മേഖലയിലുള്ള, സ്വാശ്രയ മേഖലയിലുള്ള വിവിധ കോളേജുകളും അവയുടെ സീറ്റുകളെ പറ്റിയും ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏതെല്ലാം സ്ഥാപനങ്ങളിൽ എത്ര സീറ്റുകൾ വീതമുണ്ട്, ഓരോ പ്രോഗ്രാമിൻ്റെയും വിവിധ ഫീസ് നിരക്കുകൾ ചാർട്ട് രൂപത്തിൽ ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഓരോ പ്രോഗ്രാമിൻ്റെയും സമയവും തീയതിയും എല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റൊരു വാർത്ത പറഞ്ഞിരിക്കുന്നു: എഞ്ചിനീയറിംഗ് ക്രമക്കേട് തിരുത്തി 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം. അതായത് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലുള്ള 3ാം ഘട്ട അലോട്ട്മെൻറ്റിലെ തിരുത്തലുകൾ പൂർത്തിയാക്കിയപ്പോൾ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നൊരു വാർത്തയും കൊടുത്തിരിക്കുന്നു. ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ന് മാതൃഭൂമി പത്രം ഈ വാർത്ത കൂടുതൽ വിശദാംശങ്ങളോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹെഡിങ് ഇതാണ്: കീം 2024 മെഡിക്കൽ അലൈഡ് വിഭാഗത്തിലെ 11 കോഴ്സുകൾക്ക് ഓപ്ഷൻ നൽകാം. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ കോഴ്സുകളും, ഓരോ കോളേജുകളിലും ഓരോ കോഴ്സുകൾക്കും ഉള്ള സീറ്റിൻ്റെ എണ്ണം, കഴിഞ്ഞ വർഷത്തെ ഫീസ് നിരക്കുകൾ, ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ട രീതികൾ, അതിൻ്റെ ക്രമങ്ങൾ, അതെല്ലാം വിശദാംശത്തോടു കൂടി കൊടുത്തിരിക്കുകയാണ്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ വേണ്ട പ്രത്യേകതകൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ. കൂടാതെ മറ്റൊരു വാർത്തയും കൂടെ ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്: എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി 3ാം ഘട്ട അലോട്ട്മെൻറ്റായി. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലെ 3ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.